ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡേയ്സ് കുക്കിംഗ് വേൾഡ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ടീ ടൈം സ്നാക്ക് ആയാലോ? പൊട്ടറ്റോ വെച്ച് ചെയ്യുന്ന ഒരു റോളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 2 വലിയ പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുത്തത്, ഒരു 7-8 ബ്രെഡ് ക്രംസ് വേണം, ഇനി 2 മുട്ട വേണം. അതല്ല നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ മാവ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒരു സൊല്യൂഷനാക്കി എടുക്കാം. ഒരു വലിയ കഷ്ണം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് വേണം, അതുപോലെ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം, അതുപോലെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചെറുതായി ഒന്ന് ചതച്ചത്, ആവശ്യത്തിന് മല്ലിയില. ഇനി ഇത് വറുത്തെടുക്കാൻ നമുക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിലും വേണം. ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെരിഞ്ജീരകവും മറ്റെല്ലാ പൊടികളും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഉടച്ചു വെച്ചേക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ ജലാംശമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിത് കട്ടിയാവാൻ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേറെ മാവൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിനെ കുഴച്ചിട്ട് റോളാക്കണം. കൈക്കകത്ത് വെച്ച് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് റോളാക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ കൈ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പൊട്ടറ്റോ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ടർ കവറിങ് ചെയ്യണം. നമുക്കിത് വറുത്തെടുക്കാൻ പാൻ കൂടെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടിച്ചു വെച്ചേക്കുന്ന മുട്ടയിൽ ഞാനിതൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കണം. വീണ്ടും അതേപോലെ മുട്ടയിൽ വീണ്ടും ഒന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യണം. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്താൽ മതിയാവും. അപ്പോഴതിന് നല്ലൊരു ബലം കിട്ടും. ഇനി ചൂടാവുന്ന എണ്ണയിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ 2 എണ്ണമാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഒരു 3 എണ്ണം വീതമൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മുരിച്ചെടുക്കണം. നമ്മുടെ പൊട്ടറ്റോ റോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി സോസ് കൂട്ടി കഴിക്കാം. ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ ഈ പ്ലേറ്റ് കാലിയാകുന്നത് അറിയില്ല. കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാകും, ഉറപ്പാണ്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.